UDF-നൊപ്പം നിന്നിട്ടുള്ള പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലമാണ് ഇന്നത്തെ ചാലക്കുടി. പനമ്പള്ളി ഗോവിന്ദമേനോനെയും കെ കരുണാകരനെയും ഇ ബാലാനന്ദനെയും ലോനപ്പൻ നമ്പാടിനെയും ഇന്നസെന്റിനെയുമെല്ലാം ലോക്സഭയിലെത്തിച്ച മണ്ഡലം. വലതുപക്ഷ രാഷ്ട്രീയത്തോടാണ് കൂടുതലെങ്കിലും ഇടയ്ക്ക് ഇടതിനൊപ്പവും ചാഞ്ഞു. സാമൂഹികവും രാഷ്ട്രീയവുമായി ഒട്ടേറെ ചരിത്ര കഥകൾ പറയുന്ന ചാലക്കുടി മണ്ഡലം വിധിയെഴുത്തിൽ പലപ്പോഴും ഇരുമുന്നണികൾക്കുമൊപ്പം നിന്നു. അതികായരെ അടിയറവ് പറയിച്ച ചരിത്രവും മുകുന്ദപുരത്തിനുണ്ട്. പി ഗോവിന്ദപിള്ളയെ തോൽപ്പിച്ച മുകുന്ദപുരം ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജയെ തോൽപ്പിച്ചത് റെക്കോർഡ് വോട്ടിനായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചാലക്കുടി ആരുടെ കോട്ടയെന്ന് പറയുക അസാധ്യം. മണ്ഡലം നിലനിർത്താൻ UDF-ഉം ഒരിക്കൽ നഷ്ടമായത് തിരിച്ചുപിടിക്കാൻ LDF-ഉം വിയർപ്പൊഴുക്കിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. എറണാകുളം, തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചാലക്കുടി മണ്ഡലം 2008-ലെ പുനർനിർണയത്തിലാണ് നിലവിൽ വന്നത്. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. 4 UDF-ഉം 3 LDF-നുമാണ് മേൽക്കൈ. 1952 മുതൽ ഇങ്ങോട്ട് മണ്ഡലത്തിൽ 17 തെരഞ്ഞെടുപ്പുകളിലായി 12 തവണ വിജയം UDF-നായിരുന്നു. 2 തവണ ഇടത് സ്വതന്ത്രനും 2 തവണ CPM-ഉം 1 തവണ കേരള കോൺഗ്രസിനുമായിരുന്നു വിജയം. 52-ലെ തെരഞ്ഞെടുപ്പിൽ തിരുക്കൊച്ചിയുടെ ഭാഗമായപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി KT അച്യുതൻ ജയിച്ചു. 1957-ൽ മുകുന്ദപുരമായതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാരായണൻകുട്ടി മേനോൻ മണ്ഡലത്തിൽ ആദ്യം ചെങ്കൊടി നാട്ടി. 1962-67 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പനമ്പള്ളി ഗോവിന്ദമേനോനും 71-77 വർഷങ്ങളിൽ കോൺഗ്രസിന്റെ AC ജോർജും വിജയിച്ചു. 1980-ലെ തെരഞ്ഞെടുപ്പിൽ തൊഴിലാളി നേതാവ് ഇ ബാലാനന്ദനിലൂടെ CPM വീണ്ടും സീറ്റ് തിരിച്ചുപിടിച്ചു. 84 മുതൽ മണ്ഡലം ദീർഘകാലം ഇടതിന് കയ്യെത്തിപ്പിടിക്കാനായില്ല. 30 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയ ലോനപ്പൻ നമ്പാടിനാണ് സീറ്റ് തിരിച്ചുപിടിച്ചത്. 84-ൽ കേരള കോൺഗ്രസിലെ K മോഹൻദാസ്, 89-91 വർഷങ്ങളിൽ കോൺഗ്രസിലെ സാവിത്രി ലക്ഷ്മണൻ, 96-ൽ PC ചാക്കോ, 98-ൽ AC ജോസും ലോക്സഭയിലെത്തി. 96-ൽ സ്വന്തം തട്ടകത്തിൽ തോറ്റെങ്കിലും 99-ൽ ലീഡർ മത്സരിച്ചത് മുകുന്ദപുരത്ത്. എതിരാളി മുൻ മുഖ്യമന്ത്രി EMS-ന്റെ മകൻ EM ശ്രീധരൻ. ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിജയം ലീഡർക്ക്. കെ കരുണാകരൻ അവസാനമായി ലോക്സഭയിലെത്തിയതും ചാലക്കുടിയിൽ നിന്നാണ്. 2004-ലെ തെരഞ്ഞെടുപ്പിൽ കരുണാകരന് പകരം സ്ഥാനാർത്ഥിയായി മകൾ പത്മജയെത്തി. പ്രവർത്തകർ എതിർത്തെങ്കിലും മകൾ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആ അച്ഛൻ്റെ പിടിവാശി. തൃശൂരിലെ ലീഡറുടെ അനുഭവമായിരുന്നു മുകുന്ദപുരത്തെ കന്നി അംഗത്തിൽ പത്മജയ്ക്കും. 1 ലക്ഷത്തിലേറെ വോട്ടിന് പത്മജ നമ്പാടനോട് പരാജയപ്പെട്ടു. മുകുന്ദപുരം മണ്ഡലത്തിലെ ആദ്യ വിജയവും അവസാന വിജയവും ഇടതിനൊപ്പമാണെന്നതും ശ്രദ്ധേയമാണ്. മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെയാണ് ചാലക്കുടി നേരിട്ടത്. ആദ്യ വിജയം കോൺഗ്രസ് സ്ഥാനാർത്ഥി KP ധനപാലന്. CPM സ്ഥാനാർത്ഥി UP ജോസഫിനെ 71,666 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2014-ൽ CPM നടൻ ഇന്നസെന്റിനെ സ്വതന്ത്രനാക്കി പരീക്ഷണ തന്ത്രം. ഇന്നസെന്റിന്റെ നിഷ്കളങ്ക താരപരിവേഷത്തിൽ മണ്ഡലത്തെ കേരളം ഉറ്റുനോക്കി. പരീക്ഷണം വിജയം കണ്ടതോടെ കോൺഗ്രസിന്റെ ചിരിമാച്ച് ഇന്നസെന്റ് ചാലക്കുടി പാർട്ടിക്ക് തിരിച്ചു നൽകി. 2019-ൽ സ്വതന്ത്രനിൽ നിന്ന് ഇന്നസെന്റിനെ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബെന്നി ബെഹന്നാനും. 1 ലക്ഷത്തിലേറെ വോട്ടിന് ഇന്നസെന്റ് പരാജയപ്പെട്ടു. മണ്ഡലത്തിൽ BJP-ക്കും കാര്യമായ മുന്നേറ്റമുണ്ട്. 2014-ൽ B ഗോപാലകൃഷ്ണൻ 92,000-ലേറെ വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ AN രാധാകൃഷ്ണൻ അത് 1,28,996 ഉയർത്തി. മോദിയുടെ വികസന നയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിൽ വോട്ട് വിഹിതത്തിൽ ഗണ്യമായ വർധന BJP-യും പ്രതീക്ഷിക്കുന്നു. മണ്ഡലത്തിൽ 2020-ക്കും കാര്യമായ സ്വാധീനമുണ്ട്. ചാലക്കുടിയിലെ നിയമസഭാ മണ്ഡലങ്ങളായ പെരുമ്പാവൂരിലും കുന്നത്തുനാടിലും 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 62,426 വോട്ടുകളാണ് ഇരു സ്ഥലങ്ങളിലുമായി 2020 നേടിയത്. അത് 1 ലക്ഷമാക്കി ഉയർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് 2020. LDF-ഉം UDF-ഉം തമ്മിലുള്ള പോരാട്ടം മുറുകുമ്പോൾ 2020 പിടിക്കുന്ന വോട്ടുകൾ വിജയം നിർണ്ണയിക്കും. ഇത്തവണത്തെ വിജയം ഈസി വാക്കോവർ ആവില്ലെന്ന് ഉറപ്പ്. ശക്തമായ മത്സരത്തിന് മണ്ഡലം ഒരുങ്ങിയതോടെ ചാലക്കുടിയുടെ ചങ്കിടിപ്പ് ഏറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി UDF-ഉം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും വോട്ടുകൾ ഇരട്ടിയിലധികമാക്കാൻ കഴിഞ്ഞത് BJP-ക്കും. ഇരുകൂട്ടർക്കും വെല്ലുവിളിയായി 2020-യും എത്തിയതോടെ ഇരുമുന്നണികളിൽ വിജയം ആർക്കൊപ്പമെന്നത് പ്രവചിക്കുക അസാധ്യം.